എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇവരൊക്കെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ശരിക്കും ഇന്ന് അനുമോളെ കുറിച്ചുള്ള വീഡിയോ ചെയ്യുന്നത്. അനുമോളുടെ വീഡിയോ ആണെന്ന് കേട്ടപ്പോഴേ ഇവരടുത്ത് ഞാൻ ചോദിച്ചു നിങ്ങൾ വരുന്നോന്ന് ചോദിച്ചു. ഇവർ വന്നു കേട്ടോ. അപ്പൊ ഇവര് ശരിക്കും നെവിന്റെ ഫാൻ അല്ലേ? നീ നെവിൻ ഫാൻ അല്ലേ? അല്ലല്ല, നീ നെവിനെ കുറിച്ച് പറയുന്നത് അല്ല, ഞാൻ ചോദിക്കട്ടെ നെവിനെ കുറിച്ച് എങ്ങനെ പറയുന്നത് അതൊന്ന് പറഞ്ഞാൽ. നെവിൻ പറയുന്നതൊക്കെ കാത്തൊക്കെ കറക്റ്റ് നെവിന്റെ ആക്ഷൻ കാര്യം ഇവക്ക് ബോഡി ലാംഗ്വേജ് അതാണ് കാണാനല്ല. അപ്പൊ അവള് കറക്റ്റ് ഹല്ലേ അതൊക്കെ അവള് കാണിക്കും കേട്ടോ. സത്യത്തിൽ ഞങ്ങൾ ഈ ഒരു വെട്ടമാണ് BB7 ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫുള്ളായിട്ടിരുന്ന് കണ്ടത്. ആ ഒരു ഒക്ടോബർ മാസത്തിൽ മാത്രമല്ല നമുക്ക് കുറച്ച് ലാഗ് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ശരിക്കും അനുമോക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യുകയെന്ന് പറഞ്ഞപ്പോൾ അവരും കൂടെ എൻ്റെ കൂടെ വന്നത്. ഇത് അനുമോക്ക് വേണ്ടിയിട്ട് ചെയ്യുമല്ലേ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചോളൂ, നമ്മളെ കുടുംബ പ്രേക്ഷകരെ സംബന്ധിച്ചോളം കുട്ടികൾ വരെ അനുമോളെ സൈഡാണ്. പിന്നെ ഇവര് നെവിനെയൊക്കെ നന്നായിട്ട് ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കും. കാര്യം എന്റർടൈനർ എന്ന് വെച്ചാൽ ദ ബെസ്റ്റ് എന്റർടൈനർ നെവിനാണ്. കാര്യം നെവിനെ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ കട്ട് ചെയ്തേ നെവിന്റെ ഓരോ കാര്യങ്ങൾ ഫുഡ് കഴിക്കുന്നതൊക്കെ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ ഭയങ്കര ചിരിയാട്ടെ. നമ്മൾ പെട്ടെന്ന് കാത്തുമായിട്ട് റിലേറ്റഡ് ആവും നെവിനെ കാണും. ഞാൻ ഇടയ്ക്ക് പറയും നെവിന്റെ അനിയത്തേക്കാളും നിനക്ക് നല്ല സാമ്യമുണ്ട് നെവിനുമായിട്ട്. വേറെ ഒന്നും കണ്ടിട്ടില്ല, ആ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ കൊണ്ടിട്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ വേറെ നല്ല ഇന്നലെ ശൈത്യ നമ്മളുടെ അനുമോക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കേട്ടതോടുകൂടി ഞാൻ ഇവിടുത്തെ TV നിർത്താൻ പറഞ്ഞിട്ട് എനിക്ക് അത്രയ്ക്ക് സങ്കടമൊക്കെ വന്നു. എന്താ അനുമോളുടെയും ശൈത്യയുടെയും PR ഒന്നാണ്, അങ്ങനെ എന്തോ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എൻ്റെ അച്ഛൻ്റെ ഇത് മേടിച്ച് എനിക്ക് കുറച്ച് കരയൊക്കെ ചെയ്തല്ലോ. അപ്പം ഞാൻ ആലോചിച്ച് ഇവർ രണ്ടുപേരും PR ഒന്നായിട്ട്. പിന്നെ ശൈത്യയുടെ വീട്ടുകാരുടെ കയ്യിൽ നിന്ന് പുളുങ്കുരു, അനുമോളുടെ വീട്ടുകാരുടെ കയ്യിൽ നിന്ന് പച്ചനോട്ടുമാണ് മേടിച്ചത്. ഞാൻ ചിന്തിച്ചു പോയി. കാര്യം എന്ന് വെച്ചാൽ ശൈത്യ എന്നിട്ട് എവിറ്റായി അനുമോൾ ഇപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ കണ്ടന്റ് കൊടുക്കുന്നവർ എപ്പോഴായാലും നിൽക്കും, കണ്ടന്റ് കൊടുക്കാത്തവർ ഔട്ടാവും. ആദ്യം തന്നെ ശൈത്യയെക്കുറിച്ച് നമുക്ക് പറയുമ്പം നമുക്ക് പറയേണ്ടി വരും. ബി കണ്ടസ്റ്റൻ്റ് ആയിരുന്നു, അനുമോളുമായിട്ടായിരുന്നു ആദ്യം ഫ്രണ്ട്ഷിപ്പ്. പെട്ടെന്ന് തന്നെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇത് ചെയ്തു. നമ്മൾ പ്രേക്ഷകർ കാണുമ്പോൾ പെട്ടെന്ന് അനുമോളെ പിന്നിൽ നിന്ന് കുത്തുന്ന രീതിയിൽ ശൈത്യയുടെ പെരുമാറ്റങ്ങൾ വന്നതുകൊണ്ട് നമുക്ക് ശൈത്യ ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ ശൈത്യക്ക് വോട്ട് കൊടുത്തില്ല, പകരം ആരാണോ വേറെ നിന്നതെന്ന് വെച്ചാൽ അവർക്ക് വോട്ട് കൊടുത്തു. അനുമോളെ മാത്രമേ അറിയത്തുള്ളൂ കേട്ടോ. അങ്ങനെ അവർക്ക് വോട്ട് കൊടുത്തു. റന ഫാത്തിമയൊക്കെ അറിയാം. അങ്ങനെ നമ്മൾ അനുമോക്ക് വോട്ട് കൊടുത്തു. ഇത് മൂന്നാമതായിട്ട് അറിയുന്നത്. പിന്നീട് ഇന്ന് ഇപ്പം അവരുടെ തന്നെ PR ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നല്ലോ, ഇവർ തമ്മിൽ ഒരുമിക്കുന്നതൊക്കെയാണ് ഇഷ്ടം. പിന്നെ ആദിലെ ന്യൂറയൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും. ആദിലെ ന്യൂറ നമുക്ക് ഇഷ്ടമല്ലേ? നമുക്കിഷ്ടമാണ് കേട്ടോ. നമ്മൾ അന്ന് ലക്ഷ്മി വന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ നമുക്കൊക്കെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. വീട്ടിൽ കയറ്റത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. നമ്മൾ അതിലൊക്കെ അമ്മയല്ല ലക്ഷ്മി എന്ന് പറഞ്ഞത് അതൊന്നും നമ്മൾ ശരിക്കും കണ്ടിട്ടില്ലല്ലോ. എല്ലാം നമുക്ക് എഡിറ്റ് ചെയ്ത് വരത്തില്ലല്ലോ. അപ്പം നമുക്ക് ഇത് വളരെ കുറച്ച് എഡിറ്റ് ചെയ്ത് വരുന്നതിൽ തന്നെയും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് തന്നെ ഈ വട്ടം മനസ്സിലായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ചിലത് സംസാരിച്ച് കഴിഞ്ഞിട്ട് അടുത്ത വരുന്നത് ഒരു ബന്ധമില്ലാത്ത കുറച്ച് കാര്യങ്ങളായിരിക്കും. അപ്പോൾ എഡിറ്റിംഗ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി കേട്ടോ. അങ്ങനെ ഇന്നലത്തെ പ്രശ്നം ശൈത്യം എടുത്ത് എന്നിട്ട് പിന്നെ കട്ടപ്പാന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ആ കൊച്ചിനോട് പുച്ഛമാണ് തോന്നിയത്. എന്തിനാ ഇതൊക്കെ ചോദിക്കേണ്ട കാര്യം എന്താ? സത്യത്തിൽ ആ കൊച്ച് കട്ടപ്പാന്ന് അത് തന്നെ അപ്പോൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. കാര്യം അനുമോൾക്ക് ലൈബിലിറ്റീസ് ഇല്ല, കാര്യങ്ങളില്ല. അപ്പോൾ നമ്മളൊരു ഫ്രണ്ടിനെ കുറിച്ച് അവളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെ കുറിച്ച് നമ്മൾ ഔട്ടായതിനു ശേഷം നമ്മൾ പോയി അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. അതൊക്കെ കള്ളോ പറഞ്ഞത് അങ്ങനെ എങ്ങനെയാണ്. അപ്പോൾ അനുമോക്കുള്ളത് അനുമോളുടെ കാര്യം അനുമോക്ക് മാത്രമല്ല അറിയത്തുള്ളൂ. ഇയാളോട് ഷെയർ ചെയ്തു, അയാൾ പോയി അന്വേഷിക്കാനൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ കാണുമ്പോൾ ഞാൻ വിചാരിച്ചാൽ മൊത്തത്തിൽ ഇത് തന്നെയാണ് കട്ടപ്പ. കാര്യം എന്ന് വെച്ചാൽ പിന്നിൽ നിന്ന് കുത്തുക, അത് ശൈത്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം തന്നെ ശൈത്യം വന്നത് ഒരു റീഎൻട്രിക്ക് വന്ന് ശരി എൻ്റെ കൂട്ടുകാരി അല്ലെങ്കിൽ കൺസിഡർ ചെയ്യാമല്ലോ എൻ്റെ ഒരു കൂട്ടുകാരി. ഇനി വളരെ കുറച്ച് ദിവസം കൂടെ എൻ്റെ കൂട്ടുകാരി ഉള്ളൂ. അപ്പോൾ അവളെ നന്നായിട്ട് നമുക്ക് സ്ട്രോങ് ആക്കി മൈൻഡും സ്ട്രോങ് ആക്കി അവളെ മുമ്പോട്ട് നീക്കാമെന്നുള്ള രീതിക്കല്ല ശൈത്യം ചെയ്തത്. വന്നുടനെ PR-ൻ്റെ കാര്യം പറഞ്ഞു, പിന്നെ അനുമോളെ തകർക്കാൻ പറ്റുന്ന രീതിയിലെല്ലാം ശൈത്യ അടിച്ച് തകർത്തു. അനീഷിൻ്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് അനുമോളെ കൂടുതൽ വീക്കാക്കിയത്. അപ്പം നമുക്ക് ഒരു നല്ല ഫ്രണ്ട് അല്ലാന്ന് നമുക്ക് മനസ്സിലായല്ലോ. പിന്നെ ഇന്നത്തെ ഒരു ഇഷ്യൂ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ബിൻസിയുടെ ഒരു ഇഷ്യൂ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ബിൻസിയുടെ ഒക്കെ ആ ഒരു അത്ര വലുതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്കത് എന്തുവാണ് അനുമോൾ പറഞ്ഞതൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നത്. പക്ഷേ എല്ലാ ഈ പോയ കണ്ടസ്റ്റൻറ്റും വന്നിട്ട് അനുമോളെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ആർക്കേ വോട്ട് ചെയ്യത്തുള്ളൂ? അനുമോക്കേ വോട്ട് ചെയ്യത്തുള്ളൂ. അത് ചിലപ്പോൾ അവരുടെ ഗെയിം കുറച്ചും കൂടെ പുരോഗമിച്ചെന്ന് വേറെ ആർക്കെങ്കിലും നമ്മളുടെ മനസ്സിൽ തോന്നിയാലും ഇനി അങ്ങനെ തോന്നത്തില്ല എന്ന് വെച്ചാൽ ഇത്രയും പേര് ഒരാളെ 95 ദിവസം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ആളെ ഇത്രയും പേര് കൂടി ചേർന്ന് കോർണർ ചെയ്യുമ്പോൾ നമുക്ക് ഇനി വേറൊരാൾക്ക് വോട്ട് ചെയ്യാൻ
എനിക്ക് തോന്നത്തില്ല കേട്ടോ. ഞാൻ ഇന്നലെ ശൈത്യ വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വല്ല PR ശൈത്യക്ക് കാശ് കൊടുത്തിട്ട് അനുവിനെ നെഗറ്റീവ് ആക്കി കാണിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു വിഷമം തോന്നിയിട്ട് നമ്മൾ സെൻറ്റിമെൻറ്റ്സ് കൊണ്ട് ഓട്ട് കൊടുക്കുമല്ലോ. ഇനി അങ്ങനെ എങ്ങാണോ ആണോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോയി. പക്ഷേ നമ്മളുടെ വോട്ട് അനുമോക്കാണ് സത്യത്തിൽ. നമ്മളുടെ വീട്ടിൽ നിർത്ത എനിക്ക് തോന്നുന്നു ഞാൻ ഒരു വട്ടം എങ്ങാണ്ട് വോട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അമ്മ അനുമോക്കെ വോട്ട് ചെയ്യത്തുള്ളൂ കേട്ടോ. പിന്നെ സംഗീത കാണാറില്ല, പക്ഷെ സംഗീതയെ കൊണ്ട് നമ്മൾ 2 സിമ്മുണ്ട്, സംഗീതയെ കൊണ്ട് നമ്മൾ അതിനകത്തേ വോട്ട് ചെയ്യിപ്പിക്കത്തുള്ളൂ, അനുമോക്ക് തന്നെ വോട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ സിമ്മിനാണ് നമ്മൾ ജിയോ ഇതിൽ ചെയ്യാം. അപ്പം നമ്മളും പിന്നെ ഇനിയിപ്പോൾ OR ഒക്കെ ആയാൽ നിങ്ങളൊന്നും പറയരുത്, വേറൊന്നും കൊണ്ടിട്ടല്ല. നമുക്ക് അനുമോളെ അത്രയും പേഴ്സണലി ഇഷ്ടപ്പെട്ടു. അനുമോളുടെ ഭാഗത്ത് ഒരുപാട് തെറ്റുകളുണ്ടായിരുന്നു, ആര്യൻ്റെ ഒക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. ആര്യനെ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നു ഫൈനൽ 5-ൽ, പക്ഷെ വന്നില്ല. പക്ഷേ ഞാൻ പറയാം, ഈ ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും നല്ലൊരു മത്സരാർത്ഥി എന്ന് പറയാം നമ്മളുടെ ജിസയിലായിരുന്നു. ജിസയിൽ നല്ലതായിരുന്നു, പാവല്ലായിരുന്നു. ഔട്ടായതിനു ശേഷം നല്ലതല്ല എല്ലാവരെയും കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ, എല്ലാവരെയും കുറിച്ച് നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം നമുക്ക് പേഴ്സണലി ജിസയിലിനോട് ഒരു സ്നേഹമുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ വോട്ട് നമുക്ക് അനുമോക്ക് തന്നെ കൊടുക്കാം.